ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ആ പോകുന്ന യാത്രക്കാരൊന്നായിട്ട് കേട്ടെടുങ്ങാറുണ്ടല്ലോ അങ്ങാടി വരുന്ന ആൾക്കാർ, അതിനല്ലേ ഈ സൗകര്യം ഏർപ്പെടുത്തിയത്. കല്യാണത്തിൻ്റെ അന്നും അതിൻ്റെ പിറ്റേന്നും പരിസരത്തുള്ള ഒരു അയൽവാസിക്കും ഉറങ്ങാൻ പറ്റൂല. ശബ്ദകോശങ്ങളൊക്കെ ഉണ്ട്. എത്ര പ്രായമുള്ള ആൾക്കാർക്ക് ഉറങ്ങണം, എത്ര കുട്ടികൾക്ക് ഉറങ്ങണം. ഇതിനാണ് അവരൊക്കെ ശല്യം ചെയ്യുന്നത്. ഒരു ബുർദ സംഘടിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിമിതമായ നേരത്തിൻ്റെ ഉള്ളിൽ അത് കഴിയണം. അതിന് ഓവർ സൗണ്ട് പറ്റൂല. ബുർദ എഴുതിയിട്ട് നോയിട്ടുള്ളാക്കിടുക, പാകത്തിനുള്ള സൗണ്ടിൽ നേരം കൂടുതൽ വൈകാതെ തന്നെ തീരുന്ന രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ദഫ്മുട്ടാണത്. റുബയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസിൽ. ചെറിയ കുട്ടികൾ ദഫ്മുട്ടി പാട്ട് പാടുന്നു. കട്ടിലിൽ ഇരുന്നു കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഫ്മുട്ടും പാട്ടും കേട്ടത്. അത് ഇസ്ലാം നമുക്ക് അനുവദിച്ചതാണ്. പുതിയാപ്പിള ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാം, മൂലീറിനേക്കോളം നല്ല പുതിയാപ്പിള ഇറങ്ങാണ്, ദഫ് മുട്ടിയിട്ട് നല്ല സന്തോഷത്തോടുകൂടെ ഒരു കാറിലേക്ക് കയറ്റുക. ആ ഭാര്യ വീട്ടിൽ പുതിയാപ്പിള എത്തുമ്പോൾ ദഫ് മുട്ടിയിട്ട് അവിടെ വരവേൽക്കാൻ സ്വീകരിക്കുകയാണ്. സുന്നത്തല്ലേ, എന്തായാലും കുഴപ്പം? നല്ലതല്ലേ, ഇസ്ലാം പഠിപ്പിച്ചതല്ലേ. ഇസ്ലാം നമ്മളോട് ഉൾക്കൊള്ളാൻ പറഞ്ഞ പാകപ്പെട്ട ശൈലിയിൽ അത് മതി. അതിൻ്റെ അപ്പുറം വിട്ടുപോകരുത്, കടന്നു പോകരുത്. നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പലതും അതിൽ വന്നുകൂടും. ഇപ്പൊ നോക്ക് നിങ്ങൾ, നമ്മളെ സഹോദരിമാരൊക്കെ നല്ല ഹയാവോടെ നല്ല പെരുമാറ്റത്തോടെ മാറി നിന്നിരുന്നു. നമ്മളെ ആൾക്കാരെന്നെ അവരെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്താൻ തുടങ്ങി. എന്തിന്? നിക്കാഹിന് ഫസ്റ്റ് സൊഫിൽ നിങ്ങൾ ഇരുന്നോളി, അതൊന്നും പ്രശ്നമല്ല. അപ്പം എന്താ ഈ പരിപാടിക്ക് പകുതിയിലുണ്ട് സഹോദരിമാർ ഇരുത്തിയാൽ പോരെ? ഞാൻ നിങ്ങളാട്ടിലെ പെണ്ണുങ്ങൾ നോക്കിയിട്ട് ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നില്ല, ഇവിടെ കൊടുത്തിരുത്തിയാൽ പോരെ? എന്തിനാ ഒരു ഡിവൈഡ് ആക്കിച്ച്? അതിന് മാത്രം എന്തിനത്? അതുപോലെ ഒരു തരംതിരിക്കലല്ലേ. അവർക്കൊരു ഹയാവും ഒരു നല്ല സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളായിട്ടത് കെടുത്തിക്കളയരുത്, ആണുങ്ങളായിട്ടത് കെടുത്തിക്കളയരുത്. നിക്കാഹിന് വന്നിരിക്കുന്ന ഉസ്താദുമാരൊക്കെ ഈ സഹി കെട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് അല്ലാഹുത്തആല തന്ന കുറച്ച് മഞ്ഞന്റെ പേരിൽ നമ്മൾ പിന്നെ പ്രയോഗിക്കണം എന്താണെന്നറിയാം. അങ്ങനെ ഇപ്പൊ എൻ്റെ മോളെ കല്യാണത്തിന് നിക്കാഹിക്കാതെ ഒരു തങ്ങളൊരു ഉസ്താദും പോയോ? ഇനി അയാളെ ജീവിതം ഒന്ന് കെടുത്തിയിട്ടേ ഇനി നമുക്ക് റായത്തുള്ളൂ. ഇനി അതാ പരിപാടി. അത് ശരി, ഞാനൊരു 10 പെണ്ണുങ്ങളെ മുന്നിൽ കൊടുന്ന് ഇരുത്തിയെത്തിയിട്ട് അയാൾ അങ്ങോട്ട് നോക്കാതെ ഇതിങ്ങനെ ചൊല്ലിക്കൊടുത്താൽ പോരെ എന്നാണ് ഇയാൾ പറഞ്ഞത്. അങ്ങോട്ട് നോക്കണ്ട അയാൾ, അതവിടെ ഇരുന്നോട്ടെങ്ങനെ? എനിക്ക് കാണാനല്ലേ കൊടുത്തിരുത്തിയേ? എങ്ങനെ സഹോദരങ്ങളെ അതിന് സംബന്ധിക്കും? പടച്ച റബ്ബ് ചോദിക്കൂലേ ഇയാളോട്? ഈ വന്നിരുന്ന ആളോട് കിതാബെന്തൊക്കെ ഓതിയതല്ലേ നിങ്ങളും ചോദിക്കൂലേ? എത്രമാത്രം കാർക്കശ്യം ഓരോ വിഷയത്തിലും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ സ്വീകരിക്കേണ്ടതല്ലേ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് വീട്ടിൽ വെച്ചാണെങ്കിലും ഓഡിറ്റോറിയങ്ങളിൽ വെച്ചാണ് കല്യാണം നടക്കുന്നതെങ്കിലും ആണിനും പെണ്ണിനും 2 രൂപത്തിൽ, വ്യത്യസ്ത രൂപത്തിൽ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ഭാഗം കാണാത്ത മറകെട്ടി അവരെ സ്വീകരിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ള സ്വഭാവങ്ങൾ അവിടെ ഒരുക്കണം. രണ്ടും ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രശ്നമല്ല എന്ന്, ആണും പെണ്ണും കൂടിക്കലരുന്നത് വിഷയമല്ല എന്ന് ഇസ്ലാം എതിരായി പറഞ്ഞ ഒരു വിഷയത്തെ ലാഘവത്തോടെ കണ്ട് നമ്മളങ്ങനെ വിലയിരുത്തി പറഞ്ഞാൽ മുത്തഖി എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്ന് നമ്മൾ തെറിച്ചു പോകും. മുത്തഖിയാകൂല നമ്മള്. അള്ളാഹുവിന്റെ ദീന് വിലക്കിയ ഒരു കാര്യം നമുക്കെങ്ങനെയാണത് അനുവദനീയമായി കിട്ടുന്നത്? നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മളെങ്ങനെയാണത് ഹലാലാക്കി മാറ്റുന്നത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന പെണ്ണിനെ നല്ല മറയോടുകൂടെ നല്ല റാഹത്തോടുകൂടെ ഒരുക്കുന്നതോടൊപ്പം വരുന്ന ആളുകൾക്ക് മുഴുവനും പ്രദർശന വസ്തുവാക്കി വെക്കരുത്. അന്നത്തൊരു ദിവസമല്ലേ എന്ന് കരുതിയിട്ട് ഫ്രണ്ട്സാണ്, ബേക്കാണ്, മീറ്റാണ്, സ്കൂൾ മീറ്റാണ്, മറ്റേ മീറ്റാന്നും പറഞ്ഞ് വരുന്നവർക്കൊക്കെ കാണാനുള്ള സംവിധാനവും സൗകര്യവും ഒരുക്കി കൊടുക്കുന്ന ഹറാമായ രീതികളൊക്കെ നിർത്തലാക്കണം. ഇസ്ലാമിൽ ഒരു നിലക്കും അതിന് പിൻബലമില്ല. കർശനമായി ഇസ്ലാം വിലക്കിയ കാര്യമാണ്. അതങ്ങനെ തന്നെ ശ്രദ്ധിച്ചു സൂക്ഷിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കണം. ദൂർത്ത് എന്ന പരിപാടി ഒരു രംഗത്തും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നമ്മളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്കൊക്കെ വലീമത്ത് നൽകിയിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം ലളിതമായ രീതിയിലാണ്.
മക്കക്കാരെ മദീനക്കാരെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് ഒരു സൽക്കാലം ഒരുക്കാൻ നബി തങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ? അതിന് പറ്റുന്ന എത്രയെത്ര നല്ല സ്വഹാബിമാരുണ്ട്. ലളിതമായ രൂപത്തിൽ നടത്തേണ്ട സംഗതി അങ്ങനെ തന്നെയാണ് കാണിച്ചു തന്നത്. ഇനി അത് കുറച്ചുകൂടി കുടുംബത്തിനും മറ്റും വിശാലമാക്കിയെങ്കിൽ നിയമങ്ങൾ വിട്ടുപോകാതെ കാത്തു സൂക്ഷിക്കണം. കഴിവിന്റെ പരമാവധി ആ രംഗങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവിടെയാണ് ഔലിയാക്കൾ നമുക്ക് മാതൃകയാകുന്നത്. തഖ്വയുടെ വിഷയത്തിൽ അവര് മുൻപന്തിയിലാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുന്നതിലും വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലും വളരെ അധികം ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നവരാണ്. ഒരു വിഷയത്തിലും അവർക്ക് ആ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. എല്ലാ കാര്യത്തിലും ആ വിഷയത്തിൽ പൂർണ്ണ ശ്രദ്ധ പാലിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തു എന്ന് ഔലിയാക്കളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ അറിഞ്ഞാൽ, സ്വഹാബിമാരാകട്ടെ, താബിയുകളാകട്ടെ, തബഉ താബിയുകളാകട്ടെ, നഖശികാന്തം എതിർക്കുക മാത്രമല്ല, ചോദ്യം ചെയ്യുക മാത്രമല്ല, ആ വിഷയം നിർത്തലാക്കാൻ അവരേറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യും. അതിനുവേണ്ടി നന്നായി അവർ പരിശ്രമിക്കുകയും ചെയ്യും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനിന്റെ നിയമങ്ങളിൽ മൻഹിയാത്ത്, വിലക്കേർപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. കല്യാണ രംഗങ്ങൾ ഒരിക്കലും സഹോദരങ്ങളെ ഒരു മുസ്ലിമിന് കയറി വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മ്യൂസിക്കിന്റെയും മറ്റും കോലാഹലങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വേദിയാക്കി മാറ്റരുത്. ജാഹിലിയ്യ കാലഘട്ടത്തിലാണ് അങ്ങനത്തെ കല്യാണം ഉണ്ടായിരുന്നത്. അർദ്ധനഗ്നകളായ പെൺകുട്ടികൾ ഇരുന്നിട്ട് കൊട്ടും പാട്ടും നടത്തിയിട്ട് നൃത്തമാടിയിട്ട് മുന്നിലിരിക്കുന്നവർ മദ്യപാനികളായിട്ട് ജാഹിലിയ്യ കാലഘട്ടത്തിലെ കല്യാണം നടന്നിരുന്നു. അത്തരത്തിലുള്ളൊരു കല്യാണത്തിലേക്കും ചെറുപ്പകാലത്ത് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാറില്ല, പോകാറില്ല. തങ്ങൾക്ക് ഏറ്റവും വെറുപ്പും വിരക്തിയുമുള്ള കാര്യമായിട്ടാണ് അത് കണ്ടിരുന്നത്. അങ്ങനെ തന്നെ കാണേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ കാണണം. എന്നിട്ട് പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട രീതിയിൽ ബന്ധങ്ങൾ ചേർത്ത് കൊടുക്കണം. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലി ലഭിക്കുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ട് സൽക്കാരങ്ങൾ ഒരുക്കണം. ഹറാമായ മാർഗങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാകരുത്. നല്ലോണം ശ്രദ്ധിക്കണം. പുരുഷന്മാരായ ആളുകൾ, സഹോദരങ്ങളെ, സ്വർണ്ണാഭരണം ഉപയോഗിക്കുന്നത് നമുക്ക് മൻഹിയാണ്, വിരോധിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പൊ കാണുന്നു കയ്യിലും കഴുത്തിലൊക്കെ ഒരു ചെയിന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക രൂപത്തിൽ. എന്താന്ന് ചോദിക്കുമ്പോ ചെയിൻ തന്നെയെന്നാ പറയുന്നത്. സ്വർണ്ണാണോ ചോദിച്ചാൽ സ്വർണ്ണം തന്നെയാണ്. പാടില്ലാത്തല്ലേന്ന് വെച്ചുമ്പോ അതൊക്കെ എല്ലാവരും അങ്ങനെ പറയും. ഇപ്പൊ നമ്മക്കിപ്പോ അങ്ങനെ ഒന്നും സ്വീകരിക്കാനാകൂല. അങ്ങനെയാ പറയുന്നത്, സ്വീകരിക്കാനാകൂല. പിന്നെന്താ ഇപ്പൊ അവരോട് പറയാം? പേരൊക്കെ കേട്ടാലോ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അല്ലാന്നൊന്നും പേരുമായിരിക്കും. വലിയ കാര്യപ്പെട്ട് എന്നാ ഓലെ കാര്യപ്പെട്ട ആൾക്കാരായിട്ട് തന്നെ പരിഗണിക്കും വേണം. അല്ലെങ്കിൽ അത് കേസാണ്, കംപ്ലൈന്റ് ആണ്, വലിയ പ്രശ്നമാണത്. ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുള്ളൂ. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ദൂർത്തായ ഒരു സംഗതി, ഹറാമായ ഒരു സംഗതി. സ്വഹാബത്തിന്റെ ഒരു കയ്യിലല്ലേ നബിതങ്ങൾ മോതിരം കണ്ട്, സ്വർണ്ണമോതിരം. ഒരു സ്വഹാബി അറിയാതെ ധരിച്ചു വന്നതാണ്, നിയമം അറിഞ്ഞിട്ടല്ല. അറിയാതൊരു സ്വർണ്ണമോതിരം ധരിച്ച് സദസ്സിലെത്തിയപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, നരകത്തിന്റെ കനൽക്കട്ട, നരകത്തിന്റെ തീക്കണൽ കയ്യിൽ പിടിച്ചാണോ വന്നിരിക്കുന്നത് എന്ന് ഗൗരവത്തോടെയാ തങ്ങൾ ചോദിച്ചത്. ആ സ്വഹാബി ആ മോതിരം അഴിച്ച് ഒരൊറ്റ ഏറെറിഞ്ഞു. തങ്ങൾ ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോയപ്പോ ബാക്കി സ്വഹാബിമാര് പറഞ്ഞു, ധരിക്കണ്ടെന്നാണ് ആ പറഞ്ഞത്, അതിന്റെ ഗൗരവ തങ്ങൾ ഉണർത്തിയത്, അത് എടുത്തോളൂ, വിറ്റിട്ട് വേറെന്തെങ്കിലും ഉപയോഗിക്കാലോ. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നരകത്തിന്റെ തീക്കണൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഒഴിവാക്കാൻ നിയ്യത്ത് ചെയ്തിട്ട് വലിച്ചെറിഞ്ഞ സാധനം എനിക്കത് വേണ്ടേ വേണ്ട, ഞാനത് എടുക്കുന്നേ ഇല്ല, എനിക്കത് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞു. അറിയാതെ ധരിച്ചു വന്നതാണ്. തങ്ങൾ അതിൻ്റെ ഗൗരവമാണ് ഓർമ്മപ്പെടുത്തിയത്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അത് ഉസ്താദെ അന്നത്തെ ഒരു ദിവസമല്ലേ, 2 മണിക്കൂറല്ലേ,
കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മലക്കളോട് വഹി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ആണ്ട് പറഞ്ഞെടുത്താൽ മതി. നടക്കൂല അതൊന്നും. നമ്മളെ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ളതല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. മുത്തഖിയായി ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആകെ കുറഞ്ഞ കാലേ ദുനിയാവിലുള്ളൂ. 100 കൊല്ലം 150 കൊല്ലം ജീവിച്ചിരിക്കുന്നൊന്നും കരുതി ആരും കുത്തിരിക്കണ്ട. കുറഞ്ഞ കാലം. ഞാൻ അങ്ങളെ ആദ്യം പോകാന്ന് പറയാൻ പറ്റൂല. ജീവിച്ചിരിക്കുന്ന കാലത്ത് മുത്തഖിയായി ജീവിക്കണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെ കാര്യമുള്ളൂ, അതിനെ നേട്ടുള്ളൂ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. മുത്തഖിയായി ജീവിക്കുന്ന മനുഷ്യന് എല്ലാ വിഷയത്തിലും അല്ലാഹു തആല എളുപ്പം നൽകും, പരിഹാരം അല്ലാഹു നൽകും, സന്തോഷം അല്ലാഹു